ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഈ ഒരു ഷർട്ടിൽ ബട്ടൺസും അതേപോലെ തന്നെ ഹോൾസും നമ്മൾ മെഷീനിൽ ഫാഷൻ മേക്കറിൻ്റെ മെഷീനിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഈ ഷർട്ട് ഞാൻ 6 വയസ്സായ മോൾക്ക് വേണ്ടി സ്റ്റിച്ച് ചെയ്തെടുത്താണ്. അപ്പോൾ 3/4 സ്ലീവ് ഇതുപോലെ എക്സ്ട്രാ ഒരു പീസ് ജോയിൻ്റ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ചെറുതായിട്ടൊരു ഓപ്പണും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ ബാക്കിൽ കട്ടിംഗ് ഒന്നും കൊടുത്തിട്ടില്ല. അതേപോലെ തന്നെ കോളറും നമ്മൾ ഡബിൾ കട്ടിംഗ് ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു സ്റ്റിച്ചിങ് മാത്രം കൊടുത്താണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമ്മൾ കോളറൊന്നും സ്റ്റിച്ച് ചെയ്യാൻ പറ്റാത്തവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. ഇത് ഞാൻ പിന്നീട് കാണിക്കാം. അപ്പോൾ ക്യാൻവാസും അതേപോലെ കൊടുത്തിട്ടില്ല. അത്യാവശ്യം കുറച്ച് തടിയിലെ മെറ്റീരിയൽ ആയതുകൊണ്ട് അതങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്താണ്. ഇതുപോലെ ഷർട്ടിനൊക്കെ കൊടുക്കുന്ന ഹോൾസ് വരുന്ന ബട്ടൺസാണ് എടുത്തിട്ടുള്ളത്. അത് 5 or 6 എത്രയാണ് നമുക്ക് ലെങ്ത്തിന് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് ബട്ടൺസ് കൊടുക്കേണ്ട ആ ഒരു സ്പേസ് എത്രയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ആ കോളറിൻ്റെ ഭാഗത്തുള്ള ബട്ടൺസാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് കറക്റ്റ് ചെയ്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 3 ഇഞ്ച് വിട്ടിട്ടാണ് ഓരോ ബട്ടൺസും കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ആദ്യം നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി 6 ഇഞ്ച്, അതേപോലെ 9, അങ്ങനെ നമ്മൾ ലെങ്ത്ത് എത്രയാണോ വരുന്നത് അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് ഗ്യാപ്പ് വിട്ട് മതിയെങ്കിൽ അതേപോലെ തന്നെ 4 ഇഞ്ച് വിട്ടിട്ടൊക്കെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുത്താലും മതി. എനിക്കിവിടെ 6 ബട്ടൺസ് കൊടുക്കേണ്ട ഒരു സ്പേസ് വരുന്നുണ്ട്. അപ്പോൾ ബട്ടൺസിൻ്റെത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്താൽ അതേ അളവിൽ തന്നെ നമുക്ക് ഹോൾസിൻ്റെ ആ ഒരു സ്പേസും കൂടി മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ബട്ടൺസിൻ്റെ ഹോൾസിൽ നമ്മൾ ആ കോളറിൻ്റെ ഭാഗത്ത് വരുന്നത് ഈ ഒരു രീതിയിലാണ് ഹോൾസ് സ്റ്റിച്ച് ചെയ്യുന്നത്. നേരെ സ്ട്രെയിറ്റ് ആയിട്ട് താഴോട്ടേക്കല്ല, കുറച്ച് വീതിക്കാണ് അതിൻ്റെ ഹോൾസ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ബാക്കിയൊക്കെ നമ്മൾ താഴോട്ടേക്കുള്ള ലെങ്ത് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഹോൾസിൻ്റെ സ്പേസും കൂടി മാർക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ ആ ഒരു ഡോട്ട് കുറച്ച് ലെങ്ത്തിലാണ് വരേണ്ടത്. അപ്പോൾ അതിനും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈൻ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് തന്നെ മാർക്ക് ചെയ്യുക. അതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ സിംഗറിൻ്റെ ഫാഷൻ മേക്കറിൻ്റെ മെഷീനിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മളെ സ്റ്റിച്ചിങ്ങിൻ്റെ ലെങ്ത്ത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് ആ ഒരു ഡോട്ടിൻ്റെ ഭാഗത്ത് നമ്മൾ ആ കറക്റ്റ് അളവ് വെച്ച് കൊടുത്താൽ മതി. ഇതാണ് നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ ഏത് സ്റ്റിച്ചിങ് വേണോ അതിനനുസരിച്ച് സെലക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ ഡോട്ട് അതിൻ്റെ മുകൾ വശത്തായിട്ടുണ്ട്, അത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആ ഒരു ഭാഗത്ത് വെച്ച് കൊടുത്താൽ മതി. നോർമൽ സ്റ്റിച്ച് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ലോക്ക് ചെയ്യുന്നതൊക്കെ ഞാൻ ഇതിലാണ്. അപ്പോൾ ലോക്കിൻ്റെ ലെങ്ത്ത് നമുക്ക് എങ്ങനെ തിക്കായിട്ട് വേണോ അതേപോലെ തന്നെ കുറച്ച് ലൂസായിട്ട് വേണോ അതിനനുസരിച്ച് മാറ്റിയെടുക്കാം. പിന്നെ അതേപോലെ തന്നെ ബാക്കി ഈ കാണുന്നതൊക്കെ അതിൻ്റെ ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന സ്റ്റിച്ച് തന്നെയാണ്. പിന്നെ ഇതാണ് ഇതിൻ്റെ ബട്ടൺസിൻ്റെ ഹോൾസ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 3 സ്റ്റെപ്പ് ഉണ്ട്. ഇത് ഫസ്റ്റത്തത് താഴോട്ടേക്ക് നമ്മൾ ഇറക്കത്തിൽ ഇതിൻ്റെ സ്റ്റിച്ച് ചെയ്യുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ രണ്ടാമത്തെ ഇതിലേക്ക് മാറ്റി കൊടുത്തതിനാൽ പിന്നെ നമുക്ക് അടിവശത്തേക്കുള്ള ആ ഒരു സ്റ്റിച്ചിങ് ആണ്. മൂന്നാമത്തേത് നമ്മൾ മുകൾ വശത്തേക്കുള്ള സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ 3 മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ റിവേഴ്സ് 2 തന്നെ തിരിച്ച് മാറ്റി അതിൻ്റെ മുകൾ വശത്തേക്കുള്ള സ്റ്റിച്ചിങ് കൂടി അവിടെ തന്നെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് മെഷീൻ്റെ ഫൂട്ടൊന്ന് മാറ്റിയിടണം. ഇത് നമ്മൾ സാധാരണ നോർമൽ സ്റ്റിച്ചും ലോക്കൊക്കെ ചെയ്യുന്ന ഫൂട്ടാണ്. അതിന് നമുക്ക് ആദ്യം ബട്ടൺസിൻ്റെ ഫൂട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതാണ് നമ്മൾ ബട്ടൺസ് സ്റ്റിച്ച് ചെയ്യുന്ന ഫൂട്ട്. ഇതൊരു പ്ലാസ്റ്റിക് ടൈപ്പിലാണ് വരുന്നത്. ഇത് മെഷീൻ്റെ കൂടെ തന്നെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഗ്രീൻ കളർ കാണുന്നതാണ് ഫ്രണ്ടിലേക്കായിട്ട് വരേണ്ടത്. സാധാരണ നമ്മൾ ഫൂട്ടൊക്കെ ഇടുന്ന അതേ രീതിയിൽ തന്നെ അതിൻ്റെ ആ ഒരു ക്ലിപ്പ് കാണുന്ന ഒരു ഭാഗത്തായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഫൂട്ട് നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അധികം ശക്തിയിലൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി നമുക്ക് ബട്ടൺസ് ഇതിൻ്റെ അടിവശത്തായിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ബട്ടൺസിൻ്റെ ഫൂട്ട് ഇട്ട് കൊടുക്കേണ്ടത്. അതിൻ്റെ ഗ്രീൻ കളർ നമ്മൾ ഫ്രണ്ടിലേക്കായിട്ടാണ് വരേണ്ടത്. ഇനി നമുക്ക് ബട്ടൺസ് ഈ നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ സെൻറ്ററിലായിട്ടാണ് ബട്ടൺസ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ കറക്റ്റ് നമ്മൾ ഫൂട്ടിൻ്റെ അടിവശത്ത് വെച്ച് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ സൂചി ഒന്ന് കറക്റ്റ് ഒന്ന് മാറ്റി നോക്കുക. അപ്പോൾ നമ്മൾ കറക്റ്റ് ഒരു ലൈൻ മുകളിലത്തെ 2 ഹോൾസിലാണ് ഫസ്റ്റ് നമ്മൾ ബട്ടൺസ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ അത് രണ്ടും നമ്മൾ ആ ഒരു ലെങ്ത്ത് കറക്റ്റ് നമ്മൾ സൂചി കറക്റ്റ് 1 നിന്ന് 2 കറക്റ്റായിട്ട് തന്നെ പോകണം. അപ്പോൾ നമ്മളിത് നോർമൽ സ്റ്റിച്ചിലല്ല ചെയ്യുന്നത്, ബട്ടൺസിന് സെപ്പറേറ്റ് സ്റ്റിച്ചൊന്നും വരുന്നില്ല. അപ്പോൾ നമ്മൾ ലോക്ക് ചെയ്യുന്ന സ്റ്റിച്ചിലാണ്, ഓവർലോക്ക് ചെയ്യുന്നതിലാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മാറ്റി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്.
മാറ്റി കൊടുക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ലെങ്ത്ത് കറക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിൽ നമ്മൾ ഫുൾ ബട്ടൺസും അതിൽ തന്നെ ഇട്ട് വെച്ചാൽ മതി. പിന്നെ നമ്മൾ തൊടേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ നമ്മൾ ടെൻഷനും കൂടി 2ലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ കൈ കൊണ്ട് കറക്കി ഒന്ന് നോക്കുക. അപ്പോൾ കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി നമ്മൾ ആ ഒരു ലോക്കിൻ്റെ ആ ഒരു സ്റ്റിച്ചിങ് ലെങ്ത്തില്ലേ അത് കുറച്ചും കൂടി ഒന്ന് കുറച്ച് കൊടുത്താൽ മതി. ഇതാ ഏകദേശം ജസ്റ്റ് ഒന്ന് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും കൂടി ഇട്ട് നോക്കുക. അതിന് ശേഷം നമ്മളൊന്ന് ഫസ്റ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാം. പിന്നെ പ്രശ്നമില്ല, നമുക്ക് എത്ര സ്റ്റിച്ചിങ് വേണോ അതിനനുസരിച്ച് ചെയ്ത് കൊടുത്താൽ മതി. എത്ര കട്ടിയിൽ വേണോ അതിനനുസരിച്ച് ചെയ്യാം. പിന്നെ നമ്മൾ അതേപോലെ തന്നെ നെക്സ്റ്റ് 2 ഹോൾസ് അടിവശത്ത് വരുന്നില്ലേ, അപ്പോൾ അതിലേക്കും കൂടി ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി അതേപോലെ അതും നമ്മൾ കറക്റ്റ് ചെയ്ത് നോക്കണം. ബട്ടൺസ് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പേ ആയിട്ട് 2 ഹോൾസും കറക്റ്റ് അളവിൽ തന്നെ നമ്മൾ വെച്ചത് ഉണ്ടോയെന്ന്. പക്ഷേ പിന്നെ നമ്മൾ ആ ഒരു സ്പേസ് ഒന്നും നമ്മൾ ലോക്കിൻ്റെ സ്പേസ് ഒന്നും പിന്നെ തൊടേണ്ട ആവശ്യമില്ല. നമ്മൾ നീഡിൽ കറക്റ്റായിട്ട് തന്നെ ഉണ്ട്. ഇതേപോലെ ഒന്ന് കറക്റ്റ് നമ്മൾ ആ വെക്കുന്ന ഒരു സ്പേസ് മാത്രം കറക്റ്റ് ആയാൽ മതി. അപ്പോൾ ഈ ഒരു അളവിൽ തന്നെ നമുക്ക് ബാക്കി വരുന്ന ബട്ടൺസൊക്കെ ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ വെക്കുന്ന സ്പേസ് മാത്രം സൂചിൻ്റെ കറക്റ്റ് ചെയ്തൊന്ന് നോക്കിയ ശേഷം സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ സാധാരണ നമ്മൾ കൈ കൊണ്ട് തുന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഇളകിപ്പോയൊക്കെ ചെയ്യും. ഇതാവുമ്പോൾ നല്ല ടൈറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. എത്ര ശക്തിയിലെടുത്താലും നമുക്ക് ഇളകിപ്പോയൊന്നുമില്ല. ഈ ഒരു സ്റ്റിച്ചിങ്ങിൽ നമ്മൾ ഈ ഹോൾസ് വരുന്ന ബട്ടൺസ് മാത്രമേ പിടിപ്പിക്കാൻ പറ്റൂ. സാധാരണ നമ്മൾ ഷോ ബട്ടൺസ് പിന്നെ കൊളുത്ത് അതൊന്നും പ്രസ് ബട്ടൺസ് അതൊന്നും വെക്കാൻ പറ്റില്ല. ഇതുപോലെ ഷർട്ടിന് വരുന്ന ഹോൾസ് വരുന്ന നോർമൽ ബട്ടൺസ് മാത്രമേ സ്റ്റിച്ച് ചെയ്യാൻ പറ്റൂ. അതിൻ്റെ ഹോൾസും പിന്നെ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കെട്ടിടുന്നത് പിന്നെ അതിന് കുറേ പണി അങ്ങനെയൊന്നും വരുന്നില്ല. അത് പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു സ്പേസ് മാത്രം ഹോൾസിൻ്റെ സ്പേസ് മാത്രം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി. ബാക്കിയൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതേ സെയിം രീതിയിൽ തന്നെയാണ് എല്ലാ ബട്ടൺസും കൊടുക്കുന്നത്. അപ്പോൾ ഓരോ ബട്ടൺസിൻ്റെ ഹോൾസിലും നമ്മൾ സൂചി ഒന്ന് കറക്റ്റ് നോക്കിയതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഹോൾസാണ് ഇനി സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ അതിലും നമുക്ക് ഫൂട്ടൊന്ന് മാറ്റിയിടാനുണ്ട്. പിന്നെ നമ്മൾ സാധാരണ കൈകൊണ്ട് ബട്ടൺസും ഹോൾസും ഒരു ഷർട്ടിന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു അരമണിക്കൂറെങ്കിലും വേണ്ടി വരും. ഇതാവുമ്പോൾ നല്ല ഉറപ്പിലാവുകയും ചെയ്യും. അത് മാത്രമല്ല നമുക്ക് പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതുപോലെ ബട്ടൺസ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹോൾസും കൂടി സ്റ്റിച്ച് ചെയ്യാനുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫൂട്ടൊന്ന് മാറ്റി ഹോൾസിൻ്റെ ഫൂട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ ഹോൾസ് സ്റ്റിച്ച് ചെയ്യുന്ന ഫൂട്ട് വരുന്നത്. അപ്പോൾ ഇതും പ്ലാസ്റ്റിക്കിൽ തന്നെയാണ്. ഇത് കുറച്ച് വലിയ ടൈപ്പാണ് വരുന്നത്. ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ ആ ഒരു ക്ലിപ്പ് വരുന്നുണ്ട്. അവിടെയാണ് നമ്മൾ പ്രസ് ചെയ്തിട്ട് കൊടുക്കേണ്ടത്. പിന്നെ നമുക്കിത് ഫുള്ളായിട്ട് റെഡ് ലൈനായിട്ട് ഫുള്ള് നമ്മൾ ആ ഒരു സ്പേസിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു മാർക്കിംഗ് ആണ്. പിന്നെ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകൾ വശത്ത് ആ ഒരു ബീന്ന് കാണുന്നതാണ് മുകൾ വശത്തായിട്ട് വരേണ്ടത്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ലെങ്ത്ത് നമ്മൾ കറക്റ്റ് നമ്മൾ എത്ര വലിയ ബട്ടൺസാണോ അതിനനുസരിച്ച് നമുക്ക് ലെങ്ത്ത് നമുക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമ്മൾ ഏകദേശം നോക്കിയിട്ട് ബട്ടൺസിനേക്കാളും കുറച്ച് വലുതായിട്ടാണ് നമ്മൾ ഹോൾസിൻ്റെ സ്റ്റിച്ചിങ് വരേണ്ടത്. ഇപ്പോൾ 3ാമത്തെ ലൈനാണ് നമ്മൾ കറക്റ്റ് വരേണ്ടത്. അപ്പോൾ ആ ഒരു ക്ലിപ്പിലും അതിൻ്റെ ഒരു റെഡ് ലൈൻ വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് കറക്റ്റ് മാർക്ക് ചെയ്ത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് സ്പേസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ക്ലിപ്പ് നമുക്ക് ആദ്യം ഫസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഹോൾസിൻ്റെ ആ ഒരു ലൈൻ കറക്റ്റ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഹോൾസ് സ്റ്റിച്ച് ചെയ്യേണ്ട മാർക്ക് ചെയ്ത ഭാഗം വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഫൂട്ടിലൊന്ന് കറക്റ്റ് ചെയ്ത് വെച്ചാൽ മതി.
അപ്പം നമ്മൾ ഹോൾസിന് വേണ്ടി മാർക്ക് ചെയ്ത ലൈൻ അതിൻ്റെ സെൻറ്ററിലായിട്ട് കാണുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ ലൈനിൻ്റെ 4 ഭാഗത്തായിട്ടാണ് സ്റ്റിച്ചിങ് വരുന്നത്. അപ്പോൾ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ 3ാമത്തെ മാർക്കിംഗ് ലൈനും അതിൻ്റെ സെൻറ്ററിൽ വരുന്ന ലൈനും കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. ഇനി നമുക്കിതിൻ്റെ സ്പേസും കൂടി ഒന്ന് കുറച്ച് ലെങ്ത്ത് കുറച്ചിട്ട് ഒന്നിലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിലും നമുക്ക് മാറ്റിയിടാനുണ്ട്. അതിന് ബട്ടൺസിൻ്റെ ഹോൾസിന് സെപ്പറേറ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റിച്ചിങ് നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു 10 വർഷമായി എൻ്റെ മെഷീൻ ഞാൻ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലൈനൊക്കെ കുറച്ച് മാഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ താഴോട്ടേക്കുള്ള ലൈൻ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യാം. അതിന് ശേഷം നമ്മൾ 2ാമത്തേൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതേപോലെ തന്നെ അതിൻ്റെ അടിവശത്തുള്ള ലൈൻ അപ്പോൾ സ്ക്വയർ ആയിട്ടാണ് നമ്മൾ ഹോൾസിന് വേണ്ടി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് 2ാമത്തേൽ മാറ്റിയിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സൂചി കുത്തി വെച്ചിട്ട് നമ്മൾ ഇതൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, സൂചി പൊട്ടിപ്പോവും. അതുകൊണ്ട് സൂചി മുകളിലേക്ക് പൊക്കിയെടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് മാറ്റിയിടാൻ പറ്റൂ. ഇനി നമുക്ക് മുകളിലേക്ക് 3ാമത്തേൽ ഇട്ട് കൊടുത്തതിന് ശേഷം അതേപോലെ തന്നെ റിവേഴ്സ് ചെയ്ത് 2ാമത്തേൽ നേരത്തെ പറഞ്ഞ പോലെ 2ാമത്തേൽ റിവേഴ്സ് ചെയ്തിട്ട് അതിൻ്റെ മുകൾ വശത്തെ സ്റ്റിച്ചിങ് കൂടി ചെയ്യാം. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഹോൾസിൻ്റെ സ്റ്റിച്ചിങ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് ഹോൾസിന് വേണ്ടിയിട്ട് ഫുള്ള് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഒന്നിച്ച് ഹോൾസൊക്കെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബാക്കി വരുന്നതൊക്കെ ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്തായിട്ട് സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കാം. അതേ കറക്റ്റ് അളവിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി. നമ്മൾ ഹോൾസ് നമ്മൾ ബട്ടൺസ് വലുതാണെങ്കിൽ മാത്രം നമ്മൾ ഹോൾസ് ഇതിനനുസരിച്ച് വലുതാക്കിയാൽ മതി. ബാക്കിയൊക്കെ നമ്മൾ സെയിം രീതി തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ ഹോൾസും ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹോൾസിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഹോൾസ് കൊടുക്കുന്നത്. ഇത് നമ്മൾ സാധാരണ നൂലൊക്കെ പൊട്ടിക്കാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കത്രികേനേക്കാളും എളുപ്പത്തിൽ ഇത് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് കുത്തിയിട്ട് വലിച്ചാൽ മതി. അപ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ ഹോൾസ് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി.